ഇസ്രായേലിനെതിരെ പ്രത്യാക്രമണം നടത്തി ഇറാനിൽ നിന്ന് മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് തൊടുത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ അപകട സൈറണുകൾ മുഴങ്ങിയതായി അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആളുകളോട് ബങ്കറുകളിലേക്ക് മടങ്ങാൻ നിർദ്ദേശം നൽകി. ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ പൗരന്മാർ പാലിക്കണമെന്ന് IDF പ്രസ്താവനയിൽ പറഞ്ഞു. മിസൈലുകളെ പ്രതിരോധിക്കാനും തകർക്കാനുമുള്ള അടിയന്തര നീക്കങ്ങൾ സൈന്യം നടത്തുന്നുണ്ട്. പ്രതിരോധ സംവിധാനങ്ങൾ കുറ്റമറ്റതല്ല. അതുകൊണ്ട് തന്നെ പൗരന്മാർ സൈന്യത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും IDF മുന്നറിയിപ്പ് നൽകി. വടക്കൻ ഇസ്രായേലിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ മുഴങ്ങിയത്. ഇന്ന് രാവിലെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഇരുപക്ഷത്തുമുള്ള നാശനഷ്ടങ്ങളോ ആളപായമോ പുറത്തു വന്നിട്ടില്ല. അതേസമയം UAE നടുങ്ങി. ആകാശപാത അടച്ചു. വിമാനങ്ങൾ റദ്ദാക്കി. ആശങ്കയിൽ പ്രവാസികൾ. ഇറാൻ തിരിച്ചടി ശക്തമാക്കിയതോടെ GCC രാജ്യങ്ങളിലേക്കും മിസൈലുകൾ കുതിച്ചു. ഒമാൻ ഒഴികെയുള്ള 5 GCC രാജ്യങ്ങൾക്ക് നേരെയും ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. ഈ രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് മിസൈലുകൾ എത്തുന്നത്. ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് ഇറാന്റെ നീക്കം. ഇറാനിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിലെ ടെൽ അവീവിൽ സ്ഫോടനമുണ്ടായി. അബുദാബിയിലും ദുബായിലും സ്ഫോടനങ്ങളുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. ബുർജ് ഖലീഫ ഒഴിപ്പിച്ചു. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലും സ്ഫോടന ശബ്ദമുണ്ടായി. പശ്ചിമേഷ്യയിലുള്ള എല്ലാ വിമാനങ്ങളും എയർ ഇന്ത്യ നിർത്തിവെച്ചു. ഇതോടെ പ്രവാസികളും ആശങ്കയിലാണ്. യുദ്ധമേഖലയിൽ വിമാനം പറക്കുന്നത് വെടിവെച്ചിടാൻ കാരണമാകും.